ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തമിഴ്നാട് ജില്ലയിലാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും വെറും 10-15 കിലോമീറ്റർ മാത്രമുള്ള തൃപ്പരപ്പിലാണ്. തൃപ്പരപ്പ് വാട്ടർഫാൾസിലാണ് ഞാൻ നിൽക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃപ്പരപ്പ് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വഴി നമുക്ക് ഈ തമിഴ്നാട്ടിൽ ഈ തൃപ്പരപ്പിൽ വരാവുന്നതാണ്. അത് വെറും 8-10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വഴി വരണമെങ്കിൽ നിങ്ങൾ വെമ്പായം നെടുമങ്ങാട് വഴി പോവുകയാണെങ്കിൽ നമുക്ക് അതുവഴി അവിടെ അമ്പൂരി വാട്ടർഫാൾസിൻ്റെ അടുത്തുകൂടെ തന്നെ നമുക്ക് ഈ തൃപ്പരപ്പിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ 2 വഴികൾ നമുക്ക് ഇവിടത്തേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കന്യാകുമാരി തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി എളുപ്പമാവും. പക്ഷേ ഇതിനൊക്കെ മറ്റുള്ള ബ്ലോക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. പോണ വഴിയെല്ലാം നല്ല നീറ്റായിട്ടുള്ള വഴികളാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് സ്ഥലം എന്ന് പറയുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ ഭാഗമാണ്. അത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാവുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത് തൊട്ടടുത്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് തന്നെ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം, അതായത് ഈ വെള്ളം വന്ന് താഴേക്ക് 50 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞാൽ വലച്ചു ഭാഗത്തായിട്ടാണ് നമുക്ക് കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങളുള്ള സ്ഥലം. അവിടെയാണ് നമ്മുടെ സിനിമ ഷൂട്ടിങ്ങുകളും മറ്റും നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ തൃപ്പരപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വിനോദസഞ്ചാര സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ തൃപ്പരപ്പ്. ഇവിടെയാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ് ഉള്ളത്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് വെറും 8 കിലോമീറ്റർ രീതിയിൽ വരാം, അല്ലെങ്കിൽ 55 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് മെയിൻ റോഡ്, അതായത് കന്യാകുമാരി നാഗർകോവിൽ റൂട്ടിൽ നിന്ന് തിരിഞ്ഞു വരാം. അങ്ങനെ 2 വഴികളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 12 ശിവാലയങ്ങളിൽ ഒന്നും 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതുന്ന ഒരു ക്ഷേത്രം കൂടെയാണ്. അതായത് അത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കണ്ട മണ്ഡപമാണ്, കൽമണ്ഡപമാണ്. ഇത് നല്ല വെള്ളപ്പൊക്കമുള്ള സമയത്തൊക്കെ നല്ല രസമാണ്. ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാണാൻ. നമ്മളിപ്പം പോയ സമയം നല്ല ടൈമായിരുന്നു. ഇപ്പോൾ ചെറിയ വെള്ളമൊക്കെ കുറവൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ പോയി നിൽക്കാനും കാഴ്ചകൾ കാണാനും പറ്റി. അപ്പോൾ നിങ്ങൾ വരുന്നവരും ഈ ഒരു ഇതിനൊക്കെ ടൈം നോക്കിയിട്ട് വേണം പോകാൻ. മഴയുള്ള സീസണിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ്. ആ സമയം നമ്മൾ ഉണക്ക സമയത്താണ് പോകണമെങ്കിൽ അത്രത്തോളം വെള്ളമൊന്നും കാണത്തില്ല. വറ്റി വരണ്ട് കിടക്കുന്ന കാഴ്ചയായിരിക്കും കാണുന്നത്. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് കുളിച്ച് അർമദിക്കാനുള്ള ഒരു ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നമ്മുടെ ഈ മെയിൻ വാട്ടർഫാൾസിൽ അവർ കുളിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ മൊത്തം അടച്ചു വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് അറിയത്തില്ല. ആ വീഡിയോസിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോസിലോട്ട് വന്നതാണ്. അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് ഈ കാണുന്ന താഴെ കാണുന്ന ഭാഗം. അവിടെ ഈ വെള്ളം വന്ന് വീഴുന്നത് നേരെ താഴെ നിന്ന് നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അത് എന്തുകൊണ്ടെന്നറിയാൻ വയ്യ. ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ ഇപ്പോൾ ആർക്കും കുളിക്കാൻ പറ്റുന്നതല്ല. അത് മിക്കവാറും ഉടനെ ചിലപ്പോൾ തുറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആ പാലത്തിൻ്റെ സൈഡാണ്. അതായത് സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കണ്ടത് നമ്മൾ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.